നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക് വല്ലാത്ത നോവൽ ഉണ്ടെന്നറിയാം. അതായത് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ പറ്റാത്തതിൻ്റെ ഒരാശങ്ക, അതുപോലെ തന്നെ ഈ പ്രാവശ്യം മുഖ്യമന്ത്രിയാവാൻ കഴിയുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ. അപ്പോൾ വല്ലാത്തൊരു നോവിലാണ് അദ്ദേഹം. തന്നെയുമല്ല, തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും മാറ്റിയ രീതിയിൽ ഉള്ള ഒരു നോവൽ വളരെ ആഴത്തിൽ അദ്ദേഹത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ പത്രക്കാരും വിളിച്ച് നേതാക്കന്മാരോട് അഭിപ്രായം ചോദിക്കില്ല, അക്കൂട്ടത്തിൽ അദ്ദേഹം പറയും. അതായത് പ്രതിപക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റുന്നതിന് മുമ്പ് താൻ കെ സുധാകരനെ കണ്ടു ചോദിച്ചു. അപ്പോൾ ഇല്ലില്ല, നേതൃത്വ മാറ്റമൊന്നുമില്ല. അതുപോലെ പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളെയും കണ്ടു, ഡൽഹിയിൽ നിന്നുള്ള നിരീക്ഷകനെ കണ്ടു. ഇവരോടെല്ലാം ചോദിച്ചു, എനിക്ക് മാറ്റമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അറിയാം അദ്ദേഹത്തിൽ ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ വലിയ വ്യഗ്രതയായിരുന്നു എന്ന്. അപ്പോൾ ഇത് പോകില്ലെന്നൊരു ധാരണയിൽ അദ്ദേഹം ഒന്നുകൂടെ അമർന്നിരുന്നു. ഈ യോഗത്തിന് പോകുന്നതിന് മുമ്പ് വരെ അദ്ദേഹത്തിനെ മാറ്റാൻ പോകുന്ന കാര്യം ആരും പറഞ്ഞില്ല. വാസ്തവത്തിൽ ഇതറിയാൻ വയ്യാത്ത ഒരേ ഒരാൾ കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. വി.ഡി. സതീശൻ അതിനു വേണ്ടുന്ന കരുക്കളൊക്കെ നീക്കി സമർത്ഥമായിട്ട് അപ്പം തന്നെ ആ കസേരയിലേക്ക് കയറ്റിയിരുത്തുകയും ചെയ്തു. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സീതാറാം കേസരിയെ വലിച്ച് കസേരയിൽ നിന്ന് എണീപ്പിച്ച് പുറത്തെന്ന് പറഞ്ഞിട്ട് അടുത്ത ആൾ സോണിയാഗാന്ധി അധികാരത്തിലേറിയതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അങ്ങനെ കോൺഗ്രസ്സിൽ അത് സ്വാഭാവികമാണ്. കേരളത്തിൽ പക്ഷേ അങ്ങനല്ല. മുൻകൂട്ടി ഒന്ന് പറയും, ഇന്നയാളിനെ ഞങ്ങൾ വെച്ചിരിക്കുന്നത്, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയെ പോലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെയും അതുപോലെ കെ കരുണാകരൻ്റെയും പ്രിയപ്പെട്ടവനായിരുന്നിട്ടുള്ള ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ അറിയിക്കുക എന്നൊരു കീഴ്വഴക്കം സാധാരണ ഉണ്ടാവാറുണ്ട് കോൺഗ്രസ്സിൽ. പക്ഷേ അക്കുറി അതുണ്ടായില്ല. അതിൻ്റെ വേദനയുണ്ട് ആ നോവൽ. പക്ഷേ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇതിൻ്റെ വേണ്ടിയിട്ട് ആരോടും പരാതി പറഞ്ഞിട്ടില്ല, പ്രതികാര ബുദ്ധിയാ പ്രവർത്തിച്ചിട്ടുമില്ല. കോൺഗ്രസ്സിൽ ഒരു എളിയ സേവകനായിട്ട് തന്നെ ഞാൻ തുടർന്നു. ആദിവാസികളുടെ വീട് സന്ദർശിക്കുക, അതുപോലെ തന്നെ പിന്നാക്കക്കാരുടെ വീട് സന്ദർശിക്കുക, ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട്. അല്ലാതെ ആലപ്പുഴയിൽ ഈ മീൻ കറിയുടെ സ്വാദ് നോക്കുക, അല്ലെങ്കിൽ സൊമാറ്റോയിൽപ്പെട്ട അവരുടെ വണ്ടിയിൽ ഒപ്പം ഇരുന്ന് പോയി അവരുടെ ദുരിതങ്ങളും ചൂടും ഒക്കെ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പോയിട്ടില്ല. അതുപോലെ തന്നെ വളരെ എക്സ്ക്ലൂസീവ് ന്യൂസുകൾ പത്രസമ്മേളനം വഴി, പത്രമില്ലല്ലോ അദ്ദേഹത്തിന് സ്വന്തമായിട്ട്, അതുകൊണ്ട് പത്രസമ്മേളനം വീക്ഷണത്തിലൂടെ അല്ല തന്നെ പത്രസമ്മേളനം നടത്തി തന്നെ അറിയും. കാരണം വീക്ഷണത്തിലൂടെ വന്നു കഴിഞ്ഞാൽ ഇതാരും വായിക്കുകയില്ലെന്നറിയാം. അങ്ങനെയുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞുകൂടി അങ്ങ് പോവുക. ഇപ്പോഴും ഒരു നോട്ടം മുഖ്യമന്ത്രി കസേരയിലേക്ക് ഉണ്ടെന്ന് മാത്രമല്ല, അത് ഏതാണ്ട് സായുജ്യമടയുന്ന ഒരു ലക്ഷണം കൂടി കാണുന്നുണ്ട്. അതായത് നമുക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള ഡീപ് ത്രോട്ട് വഴി അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് പരിഗണനയിലുണ്ട് എന്ന് തന്നെയാണ്. അതായത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ കോൺഗ്രസിലെ ഒരൊറ്റ നേതാവും പരസ്യമായിട്ട് ഉത്തരം പറയാറില്ല. പക്ഷേ കോൺഗ്രസുമായിട്ടും സോണിയാഗാന്ധിയുമായിട്ടുള്ള ഒരു അടുപ്പമുള്ള നേതാവ് ചോദിച്ചപ്പോൾ പറഞ്ഞത് സീനിയോറിറ്റി ആയിരിക്കും മുഖ്യ മാനദണ്ഡം. സീനിയോറിറ്റി വെച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ആ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് രമേശ് ചെന്നിത്തല, സീനിയോറിറ്റി എനിക്ക് തന്നെയാണ്. പറയാതെ പറഞ്ഞിരിക്കുക, ആ വാക്കുകളിലല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ വി.ഡി. സതീശനെയും അതുപോലെ കെ.സി. വേണുഗോപാലിനെയും ഒക്കെ കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്നത് ഞാനും പിന്നെ ജി കാർത്തികേയനും കൂടിയാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യം അതാണ് ആദ്യം വരുന്നത്. ഞാനെന്നുള്ളതാണ് ആദ്യം അവിടെ വരുന്നത്. സാധാരണഗതിയിൽ നെഹ്റുവിൻ്റെ ഏതൊരു ലേഖനം വായിച്ചു നോക്കിയാൽ ഞാനെന്നുള്ളത് അവസാനമേ വരും, ആരുടെ ഗുണയാണെങ്കിലും. ആൻഡ് മീ അവസാനമേ വരും. പക്ഷേ ഇദ്ദേഹം ആദ്യം തന്നെ ഞാനും ജി കാർത്തികേയനും എന്നാണ് പറയുന്നത്. അതായിക്കോട്ടെ, ഓരോരുത്തരുടെ ശൈലി. പക്ഷേ ഈഗോ അതിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നാണ് ഇതിനെയൊക്കെ ശാസ്ത്രീയമായിട്ടും മനഃശാസ്ത്രപരമായിട്ടും പഠിക്കുന്ന ആൾക്കാർ പറയുന്നത്. അതെന്തുമായിക്കോട്ടെ, ഇപ്പോഴത്തെ വിഷയമെന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ഇയാൾ ഒരു പക്ഷേ അതുപോലും അവസാനമായിട്ട് അറിയുന്നത് ചിലപ്പോൾ രമേശ് ചെന്നിത്തലയായിരിക്കും. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയതുപോലെ തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ ഡൽഹിയിൽ ആലോചനയുണ്ട്. അതായത് കെ.സി. വേണുഗോപാലാണ് അവിടെ ഏറ്റവും അടുത്ത ആൾ, അതുകൊണ്ട് അദ്ദേഹം ആവുമെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്.
വി ഡി സതീശൻ ഞാനാവും എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ കേരള യാത്ര നടത്തിയത്. ഒറ്റയ്ക്ക് തന്നെ കേരള യാത്ര നടത്തിയത്. പുതുയുഗ യാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു യാത്ര അദ്ദേഹം നടത്തിയത് ഒറ്റയ്ക്കാണ്. വേറെ ആർക്കും അത് ഷെയർ ചെയ്യാൻ അനുവാദം കൊടുത്തില്ല. LDF ആണെങ്കിൽ പലരെ കൊണ്ടാണ് അത് നടത്തിച്ചത്. കാരണം ഈ വെയിലത്ത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ സൗകര്യങ്ങളിലും അതുപോലെ തന്നെ ഇന്നോവ കാറിൻ്റെ സൗകര്യങ്ങളിലും ഒക്കെ ജീവിച്ച് കഴിയുന്നവർക്ക് പ്രയാസമായിരിക്കും. വി ഡി സതീശൻ അതൊന്നും പ്രശ്നമല്ല. അദ്ദേഹം എല്ലാ സൗകര്യങ്ങളോട് കൂടി തന്നെ AC-യുടെ സൗകര്യങ്ങളോട് കൂടി തന്നെയാണെങ്കിലും അദ്ദേഹം തിരുവനന്തപുരം വരെ ഒറ്റയ്ക്ക് വീരോചിതമായിട്ട് തൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു യാത്രയും ചെയ്തു. പരിസമാപ്തിയിൽ എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ താനാണ് മുഖ്യമന്ത്രി എന്നുള്ളതാണ് അതിൻ്റെ. സാധാരണ ഈ യാത്ര ചെയ്യുന്നവരാണ് മുഖ്യമന്ത്രിയായിട്ട് വരാറുള്ളത്. നമ്മൾ കഴിഞ്ഞ എല്ലാ വർഷവും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലൊരു യാത്ര വടക്ക് നിന്ന് തെക്കോട്ട് വരാറുള്ളത്. വടക്ക് നിന്ന് തെക്കോട്ടേ വരാറുള്ളൂ. തെക്ക് നിന്ന് വടക്കോട്ട് ഒരിക്കലും പോകാറില്ല. തെക്കോട്ടിറക്കമാണ് ഈ യാത്രകളെല്ലാം. അതും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് പറയുന്ന ഈ നോവൽ കൂടാതെ ഒരു അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ അപമാനിച്ച് പുറത്തു ചാടിച്ചതിൽ ഒരു നോവലുണ്ട്. ആ നോവൽ കൂടാതെ, ഉച്ചാരണം ശ്രദ്ധിച്ചോണം, തെറ്റിപ്പോകരുത്, കൺഫ്യൂഷൻ ആവരുത്, നോവൽ കൂടി അദ്ദേഹത്തിലുണ്ട് എന്നാണ് ഇന്ന് തെളിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുതിയ നോവൽ ഇന്ന് തിരുവനന്തപുരം, അതായത് തലസ്ഥാന നഗരിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായിട്ടുള്ള ഹോട്ടൽ ഡിമോറയിൽ വെച്ചിട്ട് നമ്മുടെ കഥകളുടെ കുലപതിയായിട്ടുള്ള T. പത്മനാഭൻ പ്രകാശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇദ്ദേഹം ഒരു നോവലിസ്റ്റായി മാറിയിരിക്കുന്നു. എഴുത്തുകാരൻ എന്നുള്ളത് നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം. ഏതാണ്ട് 1 ഡസനോളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒന്നും വലിയ പ്രചാരമൊന്നും നേടിയില്ലെങ്കിലും അങ്ങനെയൊക്കെ ഒരു പാരമ്പര്യമുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു നോവൽ എഴുതുന്നത്. അദ്ദേഹം ഒരു നോവൽ എഴുതുമ്പോൾ, നോവലാണ് എഴുതുമ്പോൾ അതിൽ രാഷ്ട്രീയം ഉണ്ടായിരിക്കുമെന്നാണ് പലരും പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഇതിൽ രാഷ്ട്രീയമേ ഇല്ലെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഇതിൻ്റെ നോവലിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്, അതിനു മുമ്പ് അതിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേര് പറയാം. തമ്പാനൂർ ഹോട്ടൽ അപ്പോളോ ഡിമോറയിൽ നടന്ന ചടങ്ങിൽ ഈ പുസ്തകം പ്രകാശിപ്പിച്ചത് നേരത്തെ പറഞ്ഞ പോലെ T. പത്മനാഭൻ, ഏറ്റുവാങ്ങുന്നത് സിനിമാ സംവിധായകനായിട്ടുള്ള ബ്ലസി. അപ്പോൾ ഈ നോവലൊരു സിനിമയാക്കണമെന്നൊരു വ്യാമോഹം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു അന്തർധാര ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ ബ്ലസിയെ വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ എല്ലാ ചടങ്ങിലും പങ്കെടുക്കാറുള്ള ജോർജ് ഓണക്കൂർ, പ്രധാനമന്ത്രിയെ കണ്ട് കേരളത്തിൻ്റെ പേര് കേരളമാക്കിയതിൽ നന്നായി എന്ന് പറഞ്ഞ ജോർജ് ഓണക്കൂർ, അതുപോലെ ഡോക്ടർ PK രാജശേഖരൻ, മാതൃഭൂമിയുടെ എഡിറ്ററായിട്ടാണ്. ഇതിൽ കഥയുടെ പ്രമേയം എന്ന് പറയുന്നത് തൊഴിൽ തേടി അമേരിക്കയിലേക്ക് പോകുന്ന ഒരാളിൻ്റെ കഥയാണ്. ഒറ്റപ്പാലം സ്വദേശി, ഇവിടെങ്ങും ഉള്ള ആളല്ല. ഒറ്റപ്പാലമാണല്ലോ ഷൂട്ടിങ്ങിന് പറ്റിയ ലൊക്കേഷൻ. അതുകൂടെ നമ്മളൊന്ന് ചേർത്ത് വായിക്കണം. പിന്നെ എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന സ്ഥലവും ഒറ്റപ്പാലം തന്നെ, അതിന് പറ്റിയ സ്ഥലം. അപ്പോൾ അദ്ദേഹം മകളുമായിട്ട് അമേരിക്കയിലായിരുന്നു. നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. മടക്കം പല കാരണങ്ങൾ കൊണ്ട് അസാധ്യമായിട്ട് തീരുന്നു. അതിൻ്റെ ഒരു കഥ. പിന്നെ മകൾ തന്നെ എത്തി ഇദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതുമായിട്ടുള്ള കഥയാണ്. രാഷ്ട്രീയമില്ലെന്ന് പറയുന്നെങ്കിലും ഈ ആധുനിക നോവലിലുള്ളതിൽ പോലെ ഒരു അന്യാപദേശ, അതായത് പ്രതീകാത്മകമായിട്ടുള്ള കഥയാണോ നോവലാണോ ഇതെന്ന് ഞാൻ സംശയിക്കുന്നു. എൻ്റെ സംശയം മാത്രം. അലിഗറി എന്ന് പറയും. അലിഗോറിക്കലാണ് പല ആധുനിക സാഹിത്യകാരന്മാരുടെ നൊബേൽ സമ്മാനം കിട്ടിയ കൃതികളും അലിഗോറിക്കലാണ്. അതായത് പരോക്ഷമായിട്ട് അത് പറഞ്ഞെടുക്കുക, നേരിട്ട് പറയാം. ഇവിടെ നോക്കൂ, നമുക്ക് ഇത് പ്രതീകാത്മകമാക്കണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ രമേശ് ചെന്നിത്തലയുടെ കഥ തന്നെയാണ്. ആത്മാംശമുണ്ട്. അതായത് അമേരിക്കയിലേക്ക് പോയ നാട്ടുകാരനെ ഇദ്ദേഹമായിട്ട് നമ്മൾ കണക്കാക്കൂ. അതായത് രാഷ്ട്രീയത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇരുന്ന ഒരാൾ, അദ്ദേഹം തിരിച്ച് താഴേക്കിടയിലേക്ക് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്ന അധികാരമില്ലാത്ത കസേരയിലിരിക്കുന്നു. അപ്പോൾ പല കാരണങ്ങളുണ്ടതിന്, പാർട്ടിക്കകത്തെ പാരകളും ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ അത് നോക്കിയാൽ മതി. നമ്മുടെ പ്രിയങ്ക ഗാന്ധി ആകാനും മതിയല്ലോ. അദ്ദേഹത്തിൻ്റെ മകളെന്നല്ല, കോൺഗ്രസ് കുടുംബത്തിൽ മകൾക്ക് തുല്യമായിട്ടുള്ള ഒരാൾ, പ്രായം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരാൾ വരുന്നു, കൂട്ടിക്കൊണ്ട് കൈപിടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ഇവിടെ അധികാര കസേര എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് കിട്ടുന്ന കേരളത്തിലെ അധികാരത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രതീകാത്മക കഥയല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. പ്രേക്ഷകർക്ക് ഇത് വിഡിത്തമാണെങ്കിൽ വിഡിത്തമെന്ന് വിളിച്ചു പറയാം.
അല്ല, അങ്ങനെയല്ല, അഭിപ്രായം അങ്ങനെ അനുകൂലമായിട്ടുണ്ടവർക്ക് അത് പറയും, യാതൊരു നിർബന്ധവുമില്ല. ഞാനതിനെ ഒന്ന് ഭാവനയിലൂടെ വ്യാഖ്യാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഭാവനയാണല്ലോ ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. അഭിനയവും മുഖ്യമന്ത്രി മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുന്നു, വീണ ജോർജ് രോഗശയ്യയിൽ കിടന്ന് അഭിനയിക്കുന്നു. ഇങ്ങനെ അഭിനയം തകർത്ത് കസറുകയാണ്. അതിൻ്റെ കൂടി ഇത്തിരി ഭാവനയും കൂടി വന്നോട്ടെ. സാധാരണ നമ്മൾ പറയാനുള്ളത് അത് മാധ്യമപ്രവർത്തകരുടെ ഭാവനയാണ്, മാധ്യമപ്രവർത്തകരുടെ ഭാവനയാണെന്നുള്ള പല സത്യങ്ങളും അവർ വിളിച്ചു പറയുമ്പോൾ പറയുന്നത് രാഷ്ട്രീയക്കാർ പറയുന്നത്. ഇതിപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാവന, ആ ഭാവനയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനം അലിഗറി ആയിട്ടും ഒക്കെ വാങ്ങിക്കുക. ഇതെന്തായാലും ഒരു നോവലിൻ്റെ നോവലാണല്ലോ. അതായത് ഒരു നോവലിൻ്റെ നോവൽ. അതിനൊരു നൊബേൽ സമ്മാനം കൂടി കിട്ടിക്കോട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും.